എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അതുല്യ ഭാരതം നവരാത്രി ആഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 3-ാം ദിവസമാണ്. പക്ഷെ നമ്മുടെ ഇതിൽ 2-ാം ദിവസം ആയതേ ഉള്ളൂ, ക്ഷമിക്കുക. അതിന്റെ കാരണങ്ങൾ ഇന്നലെ വിശദമാക്കിയിരുന്നു. ആദ്യമായി ഗുരുസ്മരണ, ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഇന്ന് നമ്മുടെ വൈഷ്ണവിജിയാണ് നമ്മുടെ അതിഥി. വൈഷ്ണവിജി ഞാൻ ഈശ്വര പ്രാർത്ഥനയ്ക്കായി സാദരം ക്ഷണിച്ചു കൊള്ളുന്നു. ജയശങ്കർ. അജ്ഞാനാന്ത ഗഹനപതിത ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാം താപപാപചമാന മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യ അല്പം കൂടെ വീഡിയോ ഒന്ന് മോള് നേരെ ഒന്ന് തല മാത്രമേ കാണുന്നുള്ളൂ. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോളൂ ലാപ്ടോപ്പ്. വളരെ സന്തോഷം വൈഷ്ണവിജി. നമുക്ക് അടുത്തതായി നമ്മുടെ ദേവിയുടെ മൂന്നാമത്തെ ദിവസമാണ് നവരാത്രി. 3-ാമത്തെ ദിവസത്തെ ഭാവത്തെ കുറിച്ച് വർണ്ണിക്കുവാനായി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സരിത മഹേശ്വർ അവരുടെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുകയാണ്. ഇന്നലെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ സരിത മഹേശ്വരൻ തൃപ്പൂണിത്തറ ശ്രീരാമവർമ്മ സംസ്കൃത കോളേജിലെ സാഹിത്യ വിഭാഗം മേധാവിയായി ജോലി ചെയ്യുന്നു. പ്രത്യാദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ഡോക്ടർ സരിത മഹേശ്വരനെ സ്വാഗതം ചെയ്തു. ഡോക്ടർ സരിത മഹേശ്വരൻ. വിദ്വത് സദസ്സിന് നമസ്കാരം. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ദേവിയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള രൂപം ഇന്നൊക്കെയാണ് വരുന്നത്. ഇന്ന് മുതലുള്ള ദിവസങ്ങളിലാണ് വരുന്നത്. കേൾക്കാനുണ്ടല്ലോ അല്ലേ? ദേവിയെ വന്ദിച്ചുകൊണ്ട് ശങ്കര ദിഗ്വിജയത്തിന്റെ ഭാഗമാവാൻ, അതുല്യ ഭാരതത്തിന്റെ ഭാഗമാവാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇന്ന് തുടങ്ങാം. ദേവി ഒരു ശ്ലോകത്തോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാം. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാപീനമക്ഷോരുകാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ആ സർവാഭീഷ്ടദാത്രിയായിട്ടുള്ള അംബികയുടെ തൃപ്പാദങ്ങളിൽ നമ്മുടെ എല്ലാ ജീവിതവും ജീവിത സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഇന്ന് ദുർഗയുടെ അല്ലെങ്കിൽ മഹാകാളിയായിട്ടാണ് നമ്മൾ ആദ്യത്തെ 3 ദിവസങ്ങളിൽ ദേവിയെ ആരാധിക്കുന്നത്. അതില് 3-ാമത്തെ ദിവസത്തെ രൂപം എന്ന് പറയുന്നത് ചന്ദ്രഖണ്ഡ എന്നാണ് പേര്. ചന്ദ്രഖണ്ഡാദേവിയെ സ്തുതിക്കുന്ന ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ശ്ലോകം എന്ന് പറയാം. പിണ്ഡജപ്രവരാരൂഢ ചണ്ഡകോപാസ്ത്രകൈർയുധ പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഖണ്ഡേ ദിവിശ്രുത. ആ ശ്ലോകത്തിൽ ഇതാണ് പറയുന്നത്. പിണ്ഡജപ്രവര ആരൂഢ. പിണ്ഡജം എന്ന് പറഞ്ഞാല് ഈ ലോകത്തിലെ എല്ലാ ജീവികളെയും നമുക്ക് പിണ്ഡങ്ങൾ, അതായത് പിണ്ഡാണ്ഡം, ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത് ബ്രഹ്മാണ്ഡത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഏറ്റവും ചെറുതായിട്ടുള്ള ഭാവമാണ് പിണ്ഡാണ്ഡം, നമ്മൾ ഓരോരുത്തരും. അപ്പൊ ജീവികളിൽ വെച്ച് പിണ്ഡജം എന്ന് പറഞ്ഞാല് ജീവികൾ എന്നാണ് അർത്ഥം.
ജീവികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒന്നിന്റെ, അതായത് സിംഹം എന്നാണ് ഇവിടെ അർത്ഥം ഉദ്ദേശിക്കുന്നത്. അതാണ് പിണ്ടജ പ്രവരൻ. പ്രവരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ജീവി. മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ജീവി എന്ന് പറയുന്നത് സിംഹമാണ്. സിംഹത്തിന്റെ പുറത്ത് ഇരിക്കുന്നവൾ. അപ്പൊ ദേവി ഇന്ന് സിംഹത്തിന്റെ പുറത്ത് കയറിയിട്ടാണ്, സിംഹവാഹിനിയായിട്ടാണ് ദേവി ചന്ദ്രഘണ്ഠ ദേവി നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത്. പിണ്ടജ പ്രവരാരൂഢ ചണ്ഡ കോപ അസ്ത്രകൈർയുധ. അതിതീവ്രമായിട്ടുള്ള കോപത്തോടു കൂടിയിട്ട് പലതരത്തിലുള്ള ആയുധങ്ങൾ, അസ്ത്രം മുതലായിട്ടുള്ള പല ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങളോട് കൂടിയിട്ടുള്ള ചന്ദ്രഘണ്ഠ എന്ന് വിശ്രുതയായ വളരെ പ്രസിദ്ധയായിട്ടുള്ള ദേവി നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം തരട്ടെ, പ്രസാദം തനുതേ, നമ്മളെല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്നാണ് ആദ്യം തന്നെ ദേവിയെ വന്ദിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ കണ്ടു, ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നോക്കിയപ്പോൾ ദേവിയുടെ രൂപം എന്ന് പറയുന്നത് 2 തൃക്കൈകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്നത്തെ രൂപം എന്ന് പറയുന്നത് വളരെ ക്രുദ്ധയായിട്ട് അങ്ങനെ തന്നെയാണ് വർണ്ണിക്കുന്നതും. അതുപോലെ കഴിഞ്ഞ ദിവസം, ആദ്യത്തെ ദിവസം അതായത് ഒരു കാളപ്പുറത്ത് ഏറിയിട്ട് അതൊക്കെ വളരെ സൗമ്യമായിട്ടുള്ള ഒരു ഭാവമാണ്. ഇന്ന് ദേവി അധിരൂഢയാവുന്നത് ഒരു സിംഹത്തിന്റെ പുറത്താണ്. അപ്പോ അത് തന്നെ കുറച്ച് പേടിയാവുന്ന ഒരു അവസ്ഥയാണ്. സിംഹം എന്ന് പറയുന്നത് കാള എന്ന് പറയുന്നത് പോലെയല്ല സിംഹത്തിന് ആക്രമണ ശക്തിയും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളെയൊക്കെ അവരെയൊക്കെ താഴ്ത്തി മറ്റു മൃഗങ്ങളിൽ നിന്നും ശ്രേഷ്ഠനായിട്ട് നിൽക്കാൻ എല്ലാ മൃഗങ്ങളും പേടിക്കുന്ന ഒരു മൃഗമാണ് സിംഹം എന്നുള്ളത് കൊണ്ട് ആ ഒരു ക്രൗര്യവും ശൗര്യവും ഒക്കെ ദേവിക്കുണ്ട് എന്നുള്ളത് കൂടിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ദേവിക്ക് 10 കൈകളുണ്ട്. ആ 10 കൈകളിലും പലതരത്തിലുള്ള ആയുധങ്ങളാണ് ഉള്ളത്. വാള്, അസ്ത്രം, ഗദ, ത്രിശൂലം, അതുപോലെ കമണ്ടലും ഉണ്ട്, വില്ല്, അഭയ വരദാന മുദ്രകൾ 2 കൈ കൊണ്ട്, ഒരു കൈയില് ഒരു താമരയുണ്ട്, മറ്റേ കൈ കൊണ്ട് തന്റെ കഴുത്തിൽ തന്നെ ധരിച്ചിരിക്കുന്നതായ പൂമാലയും പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ദേവി സിംഹാധിരൂഢയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്, ചന്ദ്രഘണ്ഠയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞത് 10 കൈകളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ വളരെ ശക്തിയുള്ളവളാണ്, അതീവ ശക്തിയോട് കൂടിയിട്ടാണ്. 2 കൈകൾ ഉള്ളതിനേക്കാളും എത്രയോ ശക്തി കൂടുതലാണ് 10 കൈകൾ. അല്ലെങ്കിൽ ഒരേ സമയം തന്നെ 10 പേരെ, അതിൽ കൂടുതൽ പേരെയൊക്കെ നേരിടാനുള്ള ശക്തിയും ദേവിക്കുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തെ, ചന്ദ്രഘണ്ഠ രൂപത്തിലുള്ള ദേവി യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുന്നവളാണ് എന്നാണ് പറയപ്പെടുന്നത്. ആരെതിർക്കാൻ ചെന്നാലും അവരെ എല്ലാം ഇല്ലായ്മ ചെയ്ത് ഭക്തന്മാരെ മുഴുവനും സംരക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന ദേവിയാണ് ചന്ദ്രഘണ്ഠ. ഇനി ആ പേര് വന്നിരിക്കുന്നതിനൊരു സവിശേഷതയുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ പേര് ശൈലപുത്രി എന്ന് പറഞ്ഞാൽ കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും, ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റും. ഈ ചന്ദ്രഘണ്ഠ എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത് എന്നുള്ളൊരു സംശയം വരാം. അപ്പോ ചന്ദ്രൻ ശ്രീ പരമേശ്വരന്റെ ശിരസിലുമുണ്ട് ചന്ദ്രക്കല, അതുപോലെ തന്നെ ദേവിയുടെ ശിരസിലും ചന്ദ്രക്കലയുണ്ട്. അത് ഒരു മണിയുടെ ആകൃതിയില് നെറ്റിയുടെ അടുത്ത്, നെറ്റി അതായത് തലമുടിയും നെറ്റിയും കൂടി ചേരുന്ന ഭാഗത്ത് ഒരു മണിയുടെ പോലെ, ഖണ്ഡ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മണി എന്നാണ് അർത്ഥം, ഒരു മണി പോലെ ചന്ദ്രക്കല നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ദേവിക്ക് ചന്ദ്രഘണ്ഠ എന്ന പേര് വന്നത് അത്രേ. വളരെ സുന്ദരമായിട്ടുള്ള ഒരു പേര്. രണ്ടിന്റെയും സ്വഭാവം, ചന്ദ്രൻ എന്ന് പറഞ്ഞാല് കുളിർമ, സുഖം നൽകുന്നവനും, അതുപോലെ ഖണ്ഡ എന്ന് പറഞ്ഞാൽ മണി, അതിന്റെ ഒരു ശബ്ദം എന്ന് പറയുന്നത് ഒരു മുഴങ്ങുന്ന ശബ്ദമാണ്. അപ്പൊ ഇതെല്ലാം മംഗളകരങ്ങളായിട്ടുള്ള വസ്തുക്കളാണെന്നുള്ളത് കൊണ്ട് ദേവി അണിഞ്ഞിരിക്കുന്ന, ശിരസിൽ അണിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭൂഷണം, ഈ ചന്ദ്രകല, അതൊരു മണിയുടെ ആകൃതിയിലാണ് എങ്കിലും അത് എല്ലാവർക്കും സാന്ത്വനത്തെയും നിർഭയതയെയും അതുപോലെ തന്നെ സുഖത്തെയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണത്രേ ആ ഒരു നെറ്റിയിൽ അങ്ങനെ ഒരു ചിഹ്നം അല്ലെങ്കിൽ ഒരു ഭൂഷണം ഉപയോഗിച്ചത്. ആ ഭൂഷണം വെച്ചുകൊണ്ട് തന്നെ ദേവിക്ക് പേരും കൊടുത്തിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള, ഭക്തി നിർഭരമായിട്ടുള്ള പേരുകളാണ് ദേവിക്ക്. ഓരോ ദിവസത്തെയും പേരുകൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അടുത്ത ദിവസം എന്ന് പറയുന്നത് ദേവി കൂഷ്മാണ്ഡ എന്ന് പറയുന്ന ദേവിയാണ്. അപ്പൊ ആ ഒരു വാക്കൊക്കെ തന്നെ നമ്മൾ സാധാരണ ദേവിയെ വിളിക്കുന്ന പേരുകളൊന്നും അല്ല ഈ 9 ദിവസത്തെ ദേവിയുടെ രൂപങ്ങള് അല്ലെങ്കിൽ അവതാരങ്ങള് എന്ന് മനസ്സിലാക്കാം. അതിലൊക്കെ തന്നെ ദേവിയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഭാവം എന്ന് പറയുന്നത് ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ആശ്രിത വത്സലയാണ് ദേവി. ആശ്രിതന്മാരോടുള്ള വാത്സല്യവുമാണ് ദേവിയുടെ മുഖ്യമായിട്ടുള്ള ഭാവം. അതിനു വേണ്ടിയിട്ട്, ആശ്രിതന്മാരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്
അവരെ ആരാണോ ആക്രമിക്കുന്നത്, അവരെ ആരാണോ ഉപദ്രവിക്കുന്നത്, അവരെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്നതായിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം ആയുധങ്ങള് ദേവി ധരിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോ ഇവിടെ പറയണത് ഒരു സിംഹത്തെ പോലെ ആവണം സാധകൻ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിംഹാധിരൂഢയായിട്ട് ദേവി വരുന്നത്. സിംഹത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് ആരുടെ മുമ്പിലും പതറില്ല. എത്ര കൊലകൊമ്പനായിട്ടുള്ള ആന വന്നാൽ പോലും സിംഹത്തിന് പേടിയില്ല. ആ ആനയെ പോലും അടിച്ചു കൊന്ന് അതിന്റെ മാംസം ഭുജിക്കുന്നവനാണ് സിംഹം. ആ ഒരു സ്വഭാവം, നിർഭയത, ആരെയും പേടിയില്ലാത്ത സത്യസന്ധമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ഭക്തൻ ഒരിക്കലും ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല, ഭയക്കേണ്ട കാര്യമില്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് ദേവി സിംഹവാഹിനിയായിട്ട് വരുന്നത് എന്നാണ് സങ്കല്പം. അതോടുകൂടി ഈ ചന്ദ്രഘണ്ഠാദേവി നമ്മുടെ എല്ലാ പാപങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നു എന്ന് ഭക്തന്മാര് പറയുന്നുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് നമ്മൾ പാതകങ്ങൾ ചെയ്യുന്നത് 3 തരത്തിലുള്ള പാപങ്ങളാണ് നമ്മൾ അറിയാതെയും അറിഞ്ഞുമൊക്കെ ചെയ്യുന്നത്. വാക്കുകൊണ്ട്, വാക്ക്, മനസ്സ്, അതുപോലെ തന്നെ കായം, ശരീരം. അപ്പൊ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേ സമർപ്പയാമി എന്ന് നമ്മൾ ഭാഗവതം ചൊല്ലുമ്പോഴും ശ്രീകൃഷ്ണനെ സ്തുതിക്കുമ്പോഴും ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്തുതിക്കുമ്പോഴും ഒക്കെ പറഞ്ഞ് ചൊല്ലി നമസ്കരിക്കാറുള്ളതാണ്. അവിടെ പറയുന്നുണ്ട് കായേന വാചാ മനസാ ഇന്ദ്രിയൈവാ. നമ്മുടെ ശരീരത്തിൽ നമുക്ക് സ്വാധീനമുള്ളതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന ഭാഗങ്ങളാണ്. ഒന്ന് മനസ്സുണ്ട്, ഒന്ന് വാക്കുണ്ട്, അതുപോലെ നമ്മുടെ ശരീരമുണ്ട്. ഈ 3 വസ്തുക്കൾ കൊണ്ടാണ്, ഈ 3 ഘടകങ്ങൾ കൊണ്ടാണ് നമ്മൾ നല്ല പ്രവൃത്തികളും ചെയ്യുന്നത്, ചീത്ത പ്രവൃത്തികളും ചെയ്യുന്നത്. വേണ്ടാത്ത വിചാരങ്ങൾ വരുമ്പോൾ മനസ്സ് പാപം ഉള്ളതായി തീരും. വേണ്ടാത്ത ചീത്ത വാക്കുകള്, മറ്റുള്ളവരെ ദുഷിച്ചു പറയുമ്പോൾ വാക്കുകള് കളങ്കമുള്ളതാവും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ടു നടക്കുന്ന ശരീരവും പാപമുള്ളതായി തീരും. അപ്പൊ ചന്ദ്രഘണ്ഠാദേവിയെ ആരാധിക്കുന്നവന്റെ ശരീരത്തിലെയും മനസ്സിലെയും വാക്കിലെയും കളങ്കങ്ങള്, ദോഷങ്ങള് ദേവി ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ദേവി എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നവരാത്രി കാലം. അതുകൊണ്ട് ദേവിയെ വളരെ ശക്തമായിട്ട്, വളരെ മനസ്സുരുകി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം ഡോക്ടർ സരിത മഹേഷ്. വളരെ തന്മയത്വമായി തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വർണ്ണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വർഷവും വേറൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ആദ്യത്തെ പേര് സരിതാധീര തന്നെയായിരുന്നു. ആരെയാണ് നമുക്ക് ഇപ്രാവശ്യം ഇതുപോലെ ആദ്യം മനസ്സിലായി. കാരണം കഴിഞ്ഞ വർഷത്തെ ആ അനുഭവത്തിന്റെ വിളിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ദേവി മൂകാംബികയുടെ അനുഗ്രഹം ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് ഇറക്കാം. നന്ദി, നമസ്കാരം, ജയശങ്കര. നമുക്കിന്ന് നമ്മുടെ പരിപാടിയിൽ അടുത്ത പരിപാടി സംഗീതാർച്ചനയാണ്. ഇന്നത്തെ സംഗീതാർച്ചനയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്, ഇതിന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കുടുംബാംഗം കൂടിയാണ് കുമാരി വൈഷ്ണവിജി. നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ തിരുവനന്തപുരം ജില്ലാ ചാപ്റ്റർ കോർഡിനേറ്റർ കൂടിയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ലൈഫ് മെമ്പർ, അതായത് ആയുഷ്കാൻ മെമ്പർഷിപ്പ് വൈഷ്ണവിജി എടുത്തിട്ടുണ്ട്. അങ്ങനെ പല വിശേഷണങ്ങളുണ്ട് വൈഷ്ണവിജിക്ക്. എന്നാൽ തന്നെ ചെറിയൊരു ഒരു ഇൻട്രൊഡക്ഷൻ നൽകണമെന്നുള്ള ആഗ്രഹം. ഇന്നത്തെ സാഹിത്യത്തിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്നത് വൈഷ്ണവിജി 7ാം വയസ്സിലാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുളമൂട്ടിൽ ഭാഗവതരിൽ നിന്നും, തുടർന്ന് ദിവംഗതനായ ശ്രീ ലക്ഷ്മി നാരായണ ഭാഗവതർ, അദ്ദേഹത്തിന്റെ പുത്രി ഭാഗ്യലക്ഷ്മി നാരായണൻ എന്നിവരിൽ നിന്നും സംഗീത പഠനം പഠിക്കുകയുണ്ടായി. ശ്രീ ടി കെ ഗിരീഷിന്റെയും ശ്രീമതി ആർ ജയശ്രീയുടെയും മകളായ വൈഷ്ണവി വർക്കല സുബ്രഹ്മണ്യ ഭാഗവതരുടെയും എച്ച് ഈശ്വര അയ്യരുടെയും കൊച്ചുമകളും കൂടിയാണ്. ചെന്നൈയിൽ എറിക്സൺ ഗ്ലോബൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ സീനിയർ എഞ്ചിനീയറായ വൈഷ്ണവി ബിറ്റ്സ് പിലാനിയിൽ നിന്നും ഡേറ്റാ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ M.Tech പഠിക്കുകയും ചെയ്യുന്നു. മികച്ച കലാകാരിയായ വൈഷ്ണവി സ്കൂൾ, കോളേജ് ക്യാമ്പസുകളിൽ നിരവധി മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും വോക്കൽ ഗ്രേഡ് ഡിഗ്രി ചെയ്യുന്ന വൈഷ്ണവി ചെന്നൈ രാമകൃഷ്ണ മഠത്തിൽ നിന്ന് സംസ്കൃത ഭാരതിയുടെ വിവേകാനന്ദ സംസ്കൃത അധ്യായ ശരണി ലെവൽ 3 കോഴ്സുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. സംഗീതത്തെ സുശക്തമായ ജീവിതത്തിലേക്കുള്ള വഴിയായും ഭക്തിമാർഗമായും വൈഷ്ണവി കാണുന്നു.
അതേപോലെ തന്നെ ഗുരുവായൂരിലെ ചെമ്പൈ സംഗീതോത്സവത്തിലും കാഞ്ചീപുരത്ത് നടന്ന ശ്യാമശാസ്ത്രി ഫെസ്റ്റിവലിലും വാരണാസിയിൽ ചതുർമാസി ആരാധനയിലും കുമാരി വൈഷ്ണവി പങ്കെടുക്കുകയും സംഗീത പ്രേമികളുടെ ആദരവ് ഏറ്റുവാങ്ങുകയും ചെയ്തു. അതേപോലെ പാലക്കാട് ഫൈൻ ആർട്സ് നാഷണൽ മ്യൂസിക് ഫെസ്റ്റ്, നീലകണ്ഠ ശിവൻ അക്കാദമി മാർഗഴി ഫെസ്റ്റിവലിലും വൈഷ്ണവിയുടെ സ്വരമാധുര്യം മികവ് നൽകി. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മുൻ തിരുവനന്തപുരം ജില്ലാ ചാപ്റ്റർ കോർഡിനേറ്റർ കൂടിയാണ് വൈഷ്ണവി. ദേവി മൂകാംബികയുടെ കാരുണ്യ കടാക്ഷം എന്നും എല്ലായ്പ്പോഴും ഈ കലാകാരിയുടെ മേൽ വർഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വളരെ ഭക്ത്യാദരപൂർവ്വം ഈ വേദിയിലേക്ക് കുമാരി വൈഷ്ണവിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര. നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു നവരാത്രി ആശംസിക്കുന്നു. ദേവിയുടെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. വോയിസ് ക്ലിയർ അല്ല വൈഷ്ണവിയുടെ, ക്ലിയർ ആവുന്നില്ല. എനിക്ക് മാത്രമാണോന്ന് അറിയില്ല. ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. കുറച്ചുകൂടെ അടുത്തിരുന്നോളൂ എന്ന്, കാരണം ഈ ഓൺലൈനകത്തുള്ള ചില ഇതുണ്ടല്ലോ. തീർച്ചയായിട്ടും പ്രയർ ചൊല്ലിയപ്പോ നന്നായിട്ട് കേട്ടു. ഇപ്പം മൈക്ക് അടുത്ത് വെച്ചാ മതിയെന്ന് തോന്നുന്നു. അടുത്താണ്. ഇപ്പൊ ഓക്കെയാണ്. ഓക്കെയാണോ? ഇപ്പൊ ഓക്കെയാണ്. കുറച്ചും കൂടെ ഒന്നും ചെയ്തിട്ടില്ല. സെറ്റിംഗ്സ് ഒന്നും മാറ്റിയിട്ടില്ല. ഇയർഫോൺ ഉപയോഗിക്കുന്നുണ്ടോ അതോ വേറെ രണ്ടാമത്തെ ഫോൺ ഉണ്ടോ? അല്ലല്ലോ. ഇല്ല. ഇല്ല. എന്തൊരു വോയിസ് ട്രബിൾ വരുന്നുണ്ട്. അല്ല, വൈഫൈന്റെ അല്ല, എനിക്ക് തോന്നുന്നു ആ ഇരിക്കുന്നതിന്റെ തൊട്ട് അടുത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരുപക്ഷെ ശരിയാവായിരിക്കും. സംഗീതം ആയിരുന്നപ്പം നന്നായിട്ടുണ്ടായിരുന്നു, ക്ലിയർ ആയിരുന്നു. സംസാരിക്കുമ്പോഴായിരിക്കും പരിപാടി. വേണമെങ്കിൽ ലെഫ്റ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്യാൻ നോക്കാം. ഒന്ന് തുടങ്ങി നോക്കാം നമുക്ക്. ഇപ്പൊ കേൾക്കാം നന്നായിട്ട്. ഇന്ന് ആലപിക്കാൻ പോകുന്നത് സ്വാമി ദീക്ഷിതറിന്റെ അന്നപൂർണി വിശാലാക്ഷി എന്ന കീർത്തനമാണ് ശ്യാമരാഗത്തിന്. അടുത്തതായി ഇത് കഴിഞ്ഞിട്ട് ആലപിക്കാൻ പോകുന്നത് ശ്യാമശാസ്ത്രികളുടെ പാലിഞ്ചു കാമാക്ഷി എന്ന് പറഞ്ഞ കൃതിയാണ്. അന്നപൂർണേശ്വരിയും കാമാക്ഷിയും രണ്ടും ഒരേ പാർവതി തന്നെയാണ്. പാർവതി ഭൂമിയിൽ വന്നിട്ട് അന്നപൂർണേശ്വരിയായിട്ട് സേവ ചെയ്തു. അത് കഴിഞ്ഞ് കാഞ്ചീപുരം വരെ നടന്ന് കാഞ്ചീപുരത്തെ വന്ന് തപസ് ചെയ്യുമായിരുന്നു. ആ കാമാക്ഷി ശിവനിൽ അലിഞ്ഞത് അരുണാചലത്തിൽ വെച്ചിട്ടാണ്. തിരുവണ്ണാമലൈ പഞ്ചഭൂത ക്ഷേത്രമായ അവിടെയാണ്. ഗൗതമ മഹർഷിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ശിവനിലേക്ക് അലിയുകയായിരുന്നു. അന്നപൂർണേ അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി
भरणराज्ञि पुराणि परमेश्वर विश्वेश्वर भास्वरि कल्लगा भरणराज्ञि पुराणि परमेश्वर विश्वेश्वर भास्वरि अन्नपूर्णे विशालाक्षी अखिल भुवन साक्षी कडाक्षी अन्नपूर्णे विशालाक्षी अखिल भुवन साक्षी पायसान पूरितमाणिक्य पायसान पूरितमाणिक्य पायसान पूरितमाणिक्य पायसान पूरितमाणिक्य पायसान पूरितमाणिक्य पात्रेण दनि विधृतकरे पायसान पूरितमाणिक्य पात्रेण धनि विधृतकरे काय जाति काय जाति रक्षण निपुणधरे कांचनमय भूषण भरधरे काय जाति रक्षण निपुणधरे कांचनमय भूषण सादरे तो यजासनादि सेवित परे तुम गुरु हरतादि उदवरे त्रयातीत मोक्ष प्रद चतुरे त्रिपद शोभित गुरु सादरे विशालाक्षी अखिल भुवन साक्षी कडाक्षी विशालाक्षी अखिल भुवन साक्षी ഓ നന്നായിട്ട് കേട്ടു നന്നായിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് കേട്ടു ശ്രുതി ബോക്സും ഇടയിൽ വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ നന്നായിരുന്നു ജയശങ്കര माक्षी पावनी माक्षी पावनी
माक्षी पावनी पापशमनी कामाक्षी पावनी पापशमनी कामाक्षी पावनी पापशमनी कामाक्षी पापशमनी कामाक्षी पावनी पापशमनी कामाक्षी पावनी पापशमनी माक्षी पावनी चाल बहुविध मुखनी सदा वेडुकुनडिन ಎಂದೇನ ಚಾಲ ಬಹುವಿಧ ಮುಖನಿನ್ನು ಸದಾ ವೇಡುಕುನಡಿನ ಎಂದೇನ ಚಾಲ ಬಹುವಿಧ ಮುಖ ಆನಿನ್ನು ಸದಾ ವೇಡುಕುನಡಿನ ಎಂದೇನ ಚಾಲ ಬಹುವಿಧ ಮುಖ ಆನಿನ್ನು ಸದಾ ವೇಡುಕುನಡಿನ ಎಂದೇನ ಹೀಗಾಗು ಜೇಸಿಗುವೆತ ಹರಿಂಚವೇ ವೇಗ ಮೇನಂದು ಈಗಾಗು ಜೇಸಿಗುವೆತ ಹರಿಂಚವೇ ವೇಗ ಮೇನಂದು ಈಗಾಗು ಜೇಸಿಗುವೆತ ಹರಿಂಚವೇ ವೇಗ ಮೇನಂದು ಈನಾಗು ಜೇಸಿಗುವೆತ ಹರಿಂಚವೇ ವೇಗ ಮೇನಂದು ಈ ಸರಿ ಪಮರಿಸ ಈ ಸರಿ ಮರಿಸ ಈ ಸರಿ 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 ಪಮ ಸರಿ ಸಮ ಪಮ ಬಜಾನಿ ರೇ ಸ ಮರಿ ಸಾನಿ ಪರಿ ಸಾನಿ ಪಮ ರಿ ಸ ಪಂಚು ಕಾಮಾಕ್ಷಿ ಪಾವನಿ ಪಾಪಶಮನಿ ಪಂಚು കാമാക്ഷി പാവനി കഴിഞ്ഞതാണോ അതോ സ്റ്റക്ക് ആയതാണോ? സ്റ്റക്കായിരിക്കുകയാണ്. നെറ്റ്വർക്കിന്റെ എന്തോ ഇഷ്യൂ ഉണ്ട്.
വൈഷ്ണവിജി കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. എന്തായാലും വളരെ മനോഹരമായി സംഗീതാർച്ചന. വൈഷ്ണവിജി വളരെ എന്താ പറയുക, സംഗീതത്തിലെ വളരെയധികം ഉൾക്കൊണ്ടു തന്നെ ഇന്നത്തെ ആ ഒരു 2 കീർത്തനങ്ങളും ആലപിക്കുകയുണ്ടായി. വളരെ സന്തോഷം വൈഷ്ണവിജി. തുടർന്നും നമ്മുടെ ഈ വേദിയെ ധന്യമാക്കുക. കേൾക്കുന്നെന്ന് കരുതട്ടെ. ഇടയ്ക്ക് എന്റെ നെറ്റ്വർക്കിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് സ്റ്റക്കായി പോയി. വളരെ ഭംഗിയായി തന്നെ വൈഷ്ണവിജി വളരെയധികം മാറിയിരിക്കുന്നു. കാരണം ആ സംഗീതത്തിൽ കേൾക്കുകയായിരുന്നു, ആ എന്താ പറയാ, ആ ഒരു ആലാപന ശൈലിയും കാര്യങ്ങളൊക്കെ വളരെ മാറ്റം വന്നിരിക്കുന്നു. വോയിസിന് വളരെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. എന്നാൽ വളരെ ഭംഗിയായി തന്നെ കഴിഞ്ഞിട്ടില്ല. ഒരു ചരണം കൂടെ ഉണ്ട് ജ്യോതിഷി. സോറി, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓ, കേൾക്കാം. സോറി, ഒരു ചരണം കൂടെ ഉണ്ടായിരുന്നു. അതിനാണ് ഞങ്ങൾ കാത്തിരിക്കാണ്, അതിനു വേണ്ടിട്ട് പാടിക്കോളൂ. സോറി ഫോർ ദ നെറ്റ്വർക്ക് ഇഷ്യൂസ്. സ്വാതം സന്തോഷ സന്തോഷ മനോരഥവനദായ നിവനി കാന്തമകു പേരു പൊന്തി ദിവികാരുണ്യ മൂർത്തി വൈ ജഗമു കാന്തമകു പേരു പൊന്തി ദിവികാരുണ്യ മൂർത്തി വൈ ജഗമു കാപാടി നാദലേ ഗതാനേനു ദൂബിഡനു നാവിംചി കാപാടി നാദലേ ഗതാനേനു ദൂബിഡനു നാവിംചി കനക गिरिसदन ललित निन्नु भजन संगतनु से चडुधनु नीनु मुनि खेल भुवन जननी नीपु दुमा दूरित मुदर्चि वरारिंचि पारिंचि कामाक्षि पावनी पापशमनी माक्षि पावनी ആദിശങ്കർക്ക് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും വിളിച്ച് ഇങ്ങനൊരു നവരാത്രി വേളയിൽ ഇങ്ങനൊരു നാദോപാസന ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. നെറ്റ്വർക്ക് ഇഷ്യൂസിനെ ക്ഷമിക്കണം. സംഗീതം
ഇഷ്ടപ്പെടുന്നവർക്ക് അത് അതിന്റെ തെറ്റുകുറ്റങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കില്ല. അത് എനിക്ക് തോന്നുന്നു ഇപ്പം സജനാജിയെ പോലുള്ളവർക്ക് അതിനകത്ത് തെറ്റുകളൊക്കെ മനസ്സിലാവുള്ളൂ. പക്ഷേ വളരെ ഞങ്ങൾക്ക് സംഗീതാസ്വാദകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന 3 കീർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. വളരെ സന്തോഷം. തുടർന്നും ഈ വേദിയെ ധന്യമാക്കുക വൈഷ്ണവിജി. വളരെ സന്തോഷം. ജ്യോതിഷി എനിക്ക് പറയില്ല, ഞാൻ എന്റെ ഗുരുവാണ്, അപ്പൊ എനിക്ക് തെറ്റുകുറ്റങ്ങളൊന്നും പറയാൻ അറിയില്ല. ജയശങ്കര. വളരെ സന്തോഷം വൈഷ്ണവിജി. നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട്, അതുകൊണ്ടാണ് ഇന്ന് അടുത്തതായി നമുക്ക് ലളിതാ സഹസ്രനാമ സ്തോത്ര പാരായണമാണ്. ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീമതി സരസ്വതി അന്തർജനമാണ്. സരസ്വതിയെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. സിന്ദൂരാരുണ വിഗ്രഹം പ്രണയനം മാണിക്യമൗലിസ്ഫുരം താരാനായക ശേഖരാസ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോദ്ബലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പത്മാസനസ്ഥം വികസിതവദനം പത്മപത്രായതാക്ഷിം ഹേമാംബാം പീതവസ്ത്രാം കരകലിതലസൽഹേമപത്മാം വരാംഗിം സർവാലങ്കാരയുക്താം സതതമഭയദം ഭക്തനമ്രാം ഭവാനി ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രിം സകുങ്കുമവിലേപനാമളിക ചുംബികസ്തൂരികാം സമന്തകസിദക്ഷണം സജരതാപപാശാങ്കുശാം അശേഷജനമോഹിനീമരുണമല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധോ സ്മരേദംബികാം അരുണാകരുണാതരംകിതാക്ഷീം കൃതപാശാങ്കുശപുഷ്പബാണചാപാം അനിമാദിഭിരാവൃതം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂതാ ദേവകാര്യ സമുദ്യത ഉദ്യൽഭാനു സഹസ്രാഭാ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാശാഢ്യ ക്രോധാകാരാങ്കുശജ്വല മനോരൂപേക്ഷുഗോദന്ത പഞ്ച പ്രസായക വിചാരുണ പ്രഭാപൂരമജ്ജ ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധികല സൽക്കജ പുരിവിന്ദമണി ശ്രേണീകനക്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്ര വിഭ്രാജതളികസ്ഥല ശോഭിത മുഖചന്ദ്രകളങ്കാഭാമൃഗനാഭിവിശേഷക വദനസ്മരമാംഗല്യഗൃഹതോരണ ചില്ലിക ഭക്തലക്ഷ്മീ പരീവാഹചലം മീനാഭലോചന നവചമ്പക പുഷ്പാഭാനാസാദണ്ഡ വിരാജിത താരാകാന്തിതരണഭാസ്താടങ്കയുഗളി ഭൂതതപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിപാതിക പോലഭൂ നവവിദ്രുമബിംബ ശ്രീനക്ഷാദിനക്ഷത ശുദ്ധ വിദ്യാങ്കുരാകാരദ്വിജബന്ധിദ്വയോജ്വലം കർപ്പൂരവേടികാമോദ സമാകർഷദ്ദിഗന്ധര നിജസല്ലാഭമാധുര്യ വിനിർഭച്ചിത ഗച്ഛവി മന്ദസ്മിത പ്രഭാപൂരമജ്ജദ്ഗാമേശമാനസ അനാകലിത സഹൃശ്യത്സുഭൃത ശ്രീവിരാജിത കാമേശബദ്ധമംഗമനീയ ഭുജം രത്നഗ്രൈവേക ചിന്താകലോല മുക്താബലം കാമേശ്വര പ്രേമരത്നമണി ലക്ഷിരോമലതാരാധാസമുന്നേയ മധ്യമ സനഭാരതളന്മത്യവട്ടബന്ധവലിത്രയാം അരുണാർണവസുംഭവസ്രവാസുതടീതടി രത്നകിങ്കണികാരം മേരശനാഥാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത മാണിക്യമകുടാകാരജ്ഞാനുദ്വയ വിരാജിത ഇന്ദ്രഗോപ പരീക്ഷിത സ്മരതു ഗുണാഭിജംഘിക ഗൂഢകുൽപാ കൂർമ്മവിഷ്ണുപ്രഭതാന്വിത നഖദീതി സമുച്ഛന്ന നമജ്ജനത്തമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരൂരിക ചിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യ ശേപതി സർവാരുണാനവദ്യാംഗേ സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്താശ്വാസ്വാദി ചിന്ത
സേവിത ഖണ്ഡ സൈന്യവധോ ഹർഷിത നിത്യാപരാക്രമോടോമ നിരീക്ഷണ സമത്സക ഖണ്ഡാപുത്രവധോ ക്ലുപ്ത ബാലാവിക്രമനന്ദിത മന്ത്രണ്യംബാവിർജിത വിഷംഗവതു ദോഷിത വിശുക്രപ്രാണകർണവാരാഹി വീര്യനന്ദിത രാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രകർഷിത ഖണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്തവർഷിണി പരാങ്കുളിനവത്പന്ന നാരായണ ദിശാകൃതി മഹാവാശുവദാസ്രാഗ്നി നിർദഗ്ധാസുര സൈനിക കാമേശ്വരാർദ്ധ നിർദഗ്ധാസഭണ്ഡാസുര ശൂന്യക ബ്രഹ്മോവേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്കൃത വൈഭവ പരനേത്രാഗ്നി സംതക്ത കാമ സജീവനൌഷധി ശ്രീമദ്ഭാഗോകുടൈക സ്വരൂപ മുഖപങ്കജ കണ്ഠാതകടപര്യന്ത മധ്യകൂട സ്വരൂപിണി ശക്തികൂടൈകതാപന്ന ഗദ്യതോ ഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രയേ കളേവര കുലാമൃതൈകൃഷിക കുലസംഗേതപാലിനി കുലാംഗനാ കുലാംബസ്ഥ കൗലിനി കുലയോഗിനി അകുലാ സമയാന്തസ്ഥ സമയാചാരകൽപ്പര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢാസുദാസാരാഭിപർഷിണി തടില്ലതാ സമരുചി ഷട്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി സുതന്തുകനിയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തർ ഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യാപയാഭ ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സ്വാധ്യേ ശരചന്ദ്ര നിഭാനന ശാദോതരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലമ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധി നിരീശ്വര നിരാകാരാഗമദന നിർമ്മദാമതനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാമമദാഹംഗ്രേ നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭാലോഭനാശിനി നിസംശയ സംശയഗിനി നിർഭവാഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദാഭേദനാശിനി നിർനാശ മൃത്യുമദിനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീരജിഗര നിരവായ നിരത്യയ ദുർലമാ ദുർഗമാ ദുർഗാ ദുഃഖഹംഗ്രേ സുഖപ്രദ ദുഷ്ടദുരാ ദുരാചാരശമിനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത സർവശക്തിമയീ സർവമംഗള സപ്തതിപ്രദ സർവേശ്വരി സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോന്മനി മഹേശ്വരി മഹാദേവി മഹാത്മൃടപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തർ മഹാരഥി മഹാഭോഗ മഹേശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധർ മഹാസിദ്ധർ മഹായോഗേശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുര സുന്ദരി ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമി മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ ചാരുഭാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയി പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി ധ്യാനധ്രാതുദ്ധേയരൂപ ധർമാധർമാ വിവർജിത വിശ്വരൂപ ജാഗരണി സ്വവന്തി തൈസാത്മിക സുപ്താപ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥാ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനാഗരീശ്വരി സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോത്പന്ന വിഭന്ന ഭൂനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാത് അബ്രഹ്മകീടജനനി വർണ്ണാശ്രമവിദായിനി നിജാജ്ഞാരൂപഗണമാ പുണ്യ പുണ്യഫലപ്രദ ശ്രുതിസീമന്ത സിന്ദൂരീകൃതപാദാബ്ജൂളിക സകലാഗമ സന്തോക ശുദ്ധി സമ്പുടമൗക്തിക പുരുഷാർത്ഥ പ്രദാപൂർണ ഭോഗിനി ഭുവനേശ്വരി അംബികാനാദിനാരി ബ്രഹ്മേന്ദ്ര സേവിത നാരായണീ നാഥരൂപ നാമാരൂപ വിവർത്തിത ശ്രീങ്കാരി ഹൃദി ഹൃദയോപാധേയവർജിത രാജരാജാർച്ചിത രാജ്ഞി രമ്യ രാജ്ഞിവലോചന രഞ്ജനീ രമണീരസ്യാരണ തിങ്കിണി മേഖല രമാരാഗേന്ദു പതിനാരതിരൂപാരതിപ്രിയ രക്ഷാവരി രാക്ഷസഗ്നി രാമാരമളലംബട കാമ്യ കാമകലാരൂപ കദംബകസുമപ്രിയ കല്യാണി ജഗദീകന്ത കരുണാർസസാഗര കലാവതി കലാലാപ കാന്ത കാദംബരി പ്രിയ
വരദാവാമനയനാവാരുണി മധുക്വര വിശ്വാദിക വേദവേദ്യ വിദ്യാചല നിവാസിനി വിധാത്രീ വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയാ വിമല വന്ദ്യ വന്ദാർജന വത്സല വാഗ്വാദീനി വാമകേശി വൈന്യമണ്ഡലവാസി ഭക്തിമത്തത്ഫലിക പശുവാശുമോചിനി സമ്പ്രദാശേഷഭാഷണ്ട സദാച കേൾക്കുന്നില്ല? കേൾക്കുന്നില്ല? അതില് ഒരാള് ഓൺ ചെയ്ത് വെച്ചതുകൊണ്ട് പ്രശ്നമില്ല, കണ്ടിന്യൂ ചെയ്തോളൂ. നടന്നോളൂ. ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധിവിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയാ വിമല വന്ദ്യ വന്ദാർജന വത്സല വാഗ്വാദീനി വാമകേശി വഗ്നിമണ്ഡലവാസിനി ഭക്തിമത്തത്ഫലിക പശുവാശുമോചിനി സമുദാശേഷഭാഷണ്ട സദാചാര പ്രവർത്തിക താവത്രയഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമധ്യ തമോപഹ ചിതിസ്തത്പദരക്ഷാത്ത ചിദേകര സ്വരൂപിണി സ്വാത്മാനന്ദലീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാവൃത്തി ചിരീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈകിരീ രൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാടി കൃതജ്ഞ കാമപൂജിത ശൃംഗാര സമ്പൂർണാദ്യാജാലന്ധരസ്ഥിത ഉഡ്യാണ പീഠനിലയ ബിന്ദു മണ്ഡലവാസിനി യുഹോയാഗ പ്രമാരാധ്യ രഹസർപ്പണതർപ്പിത സദ്യപ്രസാദനി വിശ്വസാക്ഷിണി സാക്ഷിവർപ്പിത ഇടംഗദേവതായുക്ത ഷാദ്രുമപരിപൂരിത നിത്യക്ലീന നിരുപമ നിർവാണ സുഖദായിനി നിത്യ ഷോഡശകാരൂപ ശ്രീകണ്ഠാർദ്ധ ശരീരണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രതിരവ്യക്ത സ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാവിദ്യസ്വരൂപിണി മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദി ഭക്തകാർത്ഥതമോ വേദവാനുമദ്ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപരാ ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര ചിച്ചക്തിചേതനാരൂപ ജഡശക്തർജടാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമമഹിമ നിത്യയൗവനാമദശാലിനി മതഗുണരക്താക്ഷി മതവാടൽ ഗണ്ഡഭൂ ചന്ദനദ്രോഹിദ്വാംഗി ചാമ്പേയ കുസുമപ്രിയ കുശല കോമളാകാര കുരുവില്ല കുലേശ്വരി കുജുകുണ്ടാലയ കൗളമാർഗതൽപരദേവിത കുമാരഗണനാഥാംബ തുഷ്യം പുഷ്കർമതൃകൃതി ശാന്തി സ്വസ്തിമതി കാന്തർനന്ദിനി വിഘ്നനാശിനി തേജോദീതൃനയനാലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാമലയാജലവാസിനി സുമുഖി നളിനി ശുദ്ര ശോഭനാസുരനായിക കാളകണ്ഠി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാവിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യാ സിദ്ധമാതാശസ്വിനി വിശുദ്ധിയ പ്രണലയ രക്തവർണ്ണാത്ലോചനാദ്വാംഗാദി പ്രകരണ പതനൈക സമന്വിത പായസാന്ന പ്രിയ ത്വക്സ്ഥാ പശുലോക ഭയങ്കരി അമൃതാദി മഹാശക്തി സമ്പദാടാകിനീശ്വരി അനാഥാബ്ജനിലയ ശ്യാമാഭാവനദ്വയ ദംക്ഷോജലാക്ഷമാലാധിതര രുധിര സംസ്ഥിത കാളരാത്യാദി ശക്തൗഘാവൃത സിദ്ധൗദന പ്രിയ മഹാവീരേന്ദ്രവരദാരാഗണ്യംബ സ്വരൂപിണി മണിപൂരാബ്ജതലയ വദനത്രയ സംയുത വജ്രാധികായുധോപേദ ഡാമര്യാധിപരിവൃത രക്തവർണ്ണ മാംസനിഷ്ഠാകുടാന പ്രീതമാനസ സമസ്ത ഭക്ത സുഗതാലാഗിന്യംബ സ്വരൂപിണി സ്വാധിഷ്ഠാനാംബജഗദ ചതുർവക്ര മനോഹര ശൂലാദ്യായുധ സമ്പന്ന പീതവർണ്ണാധികർവിത മേധോനിഷ്ഠാമധുപ്രീത ബിന്ദിന്യാസ സമന്വിത ദന്ധന്യാസക്തഹൃദയ കാകിനി രൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്രാസ്യംസിത അങ്കുശാദി പ്രകരണ വരദാതു നിഷേവിത മുദ്ഗൗദനാസക്തയുക്ത സാകിന്യംബ സ്വരൂപിണി ആജ്ഞാചക്രാബ്ജലിയ ശുക്ലവർണ്ണ ഷടാനന മജ്ജാ സംസ്ഥാനം സുമതി മുക്തിശക്തി സമന്വിത ഹരിദ്രാനീകസികാകാകിനി രൂപധാരിണി സഹസ്രതലോത്മസ്ത സർവവർണോപശോഭിത സർവായുധര ശുക്ല സംസ്ഥിത സർവതോമുഖി സർവോദന പ്രീതയുക്തായ അകിന്യംബ സ്വരൂപിണി സ്വാഹാ സ്വധാമധർമ്മേധാ സുതി മിതന്നുത്തമ പുണ്യകർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന കുലോമജാർച്ചിതാവന്തമോദിനി ബർബരാളക വിമർശരൂപിണി വിദ്യാവേദാദികൽപ്രസോ സർവവ്യാധി പ്രശമനി സർവമത്തി നിവാരണി അഗ്രഗണ്യാചിന്യരൂപ കലികൽമഷനാശിനി കാത്യായിനി കാലാഗ്രേ കമലാക്ഷ നിഷേവിത താംബൂലപൂരമുഖീതാടിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃണാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്ത നിധർമ്യന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസനാലിപ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാധ്വീപാനലസാമുക്ത മാതൃകാവർണരൂപിണി മഹാകൈലാസ നിലയ മൃണാളാമൃതോള്ളത മഹനീയതയാ മൂത്ര മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത
ശ്രീ ഷോഡശാക്ഷരി വിദ്യാത്രികുട കാമകോടിക കടാക്ഷ കിങ്കരീ ഭൂത കമലാകോടി സേവിത ചിരസ്ഥിത ചന്ദ്രനിഭ ബാലസ്വേന്ദ്രനുപ്രഭ ഹൃദയസ്ഥാരവി പ്രഖ്യാതൃകോണാന്തര ദീപിക ദാക്ഷായണി ദൈത്യംഗ്രീ ദക്ഷയത്ന വിനാശിനി ധരാന്തോളിത ദീർഘാക്ഷിധരഹാസ്വജ്വലന്മുഖി ഗുരുമൂർത്തിർഗുണ നിർഗോമവാഗുഹജന്മഭൂ ദേവേശി ദണ്ഡനീതിസ്ഥാദകരാഗചരൂപിണി പ്രതിബന്മുഖ്യരാഗാന്തദ്വിതി മണ്ഡലപൂജിത കലാത്മയ കലാനാഥ കാവ്യലാഭ വിനോദിനി സചാമരരമാവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തിർലമേത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി ദിവ്യ വിഗ്രഹ ക്ലിംകാരി കേവല ഗുഹ്യ കൈവല്യവതായിനി ത്രിപുരാത്ര ജഗന്വന്ധ്യാത്ര മൂർത്തിപ്രദേശരി യക്ഷരീ ദിവിഗന്ധാഢ്യ സിന്ദൂരതിലകാന്തിത ഉമാ ശൈലേന്ദ്രന്യാ ഗൗരീ ഗന്ധർവ സേവിത വിശ്വഗർഭാ സ്വർണ്ണഗർഭാ വരദാവാഗതീശ്വരി ജ്ഞാനഗമ്യാപരിസത്യ ജ്ഞാനതജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോകാമുദ്രാക്ഷിതാരീല ക്ലിപ്ത ബ്രഹ്മാണ്ഡമണ്ഡല അദൃശ്യാദൃശ്യരികിത വിജ്ഞാത്രീ വേദ്യവർജിത യോഗിനി യോഗദ യോഗ്യ യോഗാനന്ദായ ഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദസദ്രൂപധാരണി അഷ്ടമൂർത്തിരജാ ജൈത്രി ലോകയാത്രാവിധായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വൈത ദ്വൈദ്വർജിത അന്നദാ സുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി പ്രകൃതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദാവലി പ്രിയ ഭാഷാരുവാ പ്രകൃത്സേന ഭാവാ ഭാവവർജിത സുഖാരാപ്യ ശുഭകരി ശോഭനാ സുലഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജകൃപാ രാജപീഠ നിവേശിത നിജാശ്രിത രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗവിലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധാ സാഗര മേഖല ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദ സ്വരൂപിണി ദേശകാലാവരിസ്യന്ന സർവക സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധി വിനമുക്ത സദാശിവദീർഘ സമ്പ്രദായേശ്വരി സ്വാതി ഗുരുമണ്ഡലൂപിണി കുലോത്യനാപകാരാധ്യ മായ മധുമതി മഹി ഗണാംബാഗുപ്രകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തി രൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദകലിക പ്രേമരൂപാ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദി വിദ്യാ നടേശ്വരി വിദ്യാജഗതധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യ പ്രിയ ലേഖരി ലജ്ജാരംഭാതി വന്ദിത ഭവദാ സുധാ വൃഷ്ടി പാപാരണ്യ ഭവാനല ദൗർഭാഗ്യതൂലവാതൂല ജരാന്ധ്വാന്തര വിപ്രഭ ഭാഗ്യാബ്ദി ചന്ദ്രിക ഭക്തചിത്തകേകി ഘനാഘന രോഗപർവതമ്പോളും പിതാരൂഢാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുനി ശോധിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരണി ത്രിവർഗദാത്രേ സുഭഗാത്ര എംബഗാത്രിഗുണാത്മിക സ്വർഗവർഗദാശുദാജപാ പുഷ്പനിഭാഗതി ഓജവതി ദുരാര യജ്ഞരൂപാ പ്രിയോദ ദുരാരാധ്യ ദുരാദക്ഷ പാടലി കുസ്മപ്രിയ മഹതീമേരുനിലയാമന്ദാര കുസ്മപ്രിയ വിരാരാധ്യ വിരൂപ വിരജാ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണത പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രണ്യസ്ത്രിരാജിതോ ത്രിപുരേശി ജയസേനാമസ്ത്രൈഗുണ്യപരാവര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യപരായണ കവർദിനി കലാമാല കാമതു കാമരൂപിണി കലാനിധി കാവികല രസജ്ഞാരസേവതി പുഷ്ടാപുരാഗണാപൂജ്യാവിഷ്കരാവിഷ്കരേക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണുപരാത്പര പാശകസ്താപാശങ്കരെ പരമന്ത്രഭേദിനി മൂർത്താമൂർത്തി നിത്യതൃപ്താമുനിമാത്സഹംസിയ സത്യവ്രതാ സത്യരൂപ സർവാനന്ദജിരാമണി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാബുദാർച്ചിത പ്രസവത്രേ പ്രചണ്ഡാജ്ഞാ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശക്തിയുടെ വിശൃംഖലാ വിവിധസ്ഥാ വീരമാതാവി അൽപസു മുകുന്ദാ മുക്തി നിലയാമൂലാഗ്രൂപിണി ഭാവാജ്ഞാഭവരോഗാഗ്നി ഭവചക്ര പ്രവർത്തിനി ഛന്ദസാരാ ശാസ്ത്രസാരാ മന്ത്രസാരാ തലോദിനി ഉദാരകീർത്തിരുദ്ധാമാ വൈഭവ വർണ്ണരൂപിണി ജന്മമൃത്യുജരാദത്ത ജനവിശ്രാന്തദായിനി സർവോപനിഷത്പുഷ്ട ശാന്തിഗീതകലാത്മിക ഗംഭീരവേനാന്തസ്ഥ ഗർഭിതാകാനലോലുവ കൽപ്പനാരഹിത കാഷ്ടാകാന്ത കാന്താർഗവിഗ്രഹ കാര്യകാലനന്ദമുക്ത കാമകേളീതരംഗിത കനത്കനകതാടങ്കാരീതാവിഗ്രഹധാരണി അജാക്ഷവിനുമുഗ്ധാക്ഷിപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹർമസുദർലഭ ശ്രീത്രോജനലയാതൃഷ്ടാതൃപരിമാലിനി നിരാമായ നിലാരംഭ സ്വാത്മാരാമാസുദാശ്രുതി സംസാരമംഗനമുഗ്ധ സമുദ്വരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞത്രേ യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷ ധനധാന്യവിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഭ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി
അയോനി നിലയ കൂടസ്ഥാകുലരൂപിണി വീരഗോഷ്ഠി പ്രിയ വീര നൈസ്കമ്യാനാദരൂപിണി വിജ്ഞാന കലനാ കല്യ വിദഗ്ധ ബൈന്ദവാസന തത്വാദിക തത്വമയി തത്വമർദ്ദസ്വരൂപിണി സാമകാല പ്രിയ സൗമ്യ സദാശുകുടുംബിനി സവ്യോപ സവ്യമർഗസ്ഥ സർവോപത്നി നിവാരണി സ്വസ്ഥാ സ്വഭാവ മധുരാധീരാധീര സമർപ്പിത ചൈതന്യസമാരാധ്യ ചൈതന്യകുസുമപ്രിയ സദോദിത സദാ തുഷ്ടാ തരണാദിത്യവാരല ദക്ഷിണാരാധ്യ സ്മേരമുഖാംബുജ കൗലിനി കേവല അനർഘ്യ കൈവല്യപദായിനി സ്തോത്രപ്രിയ സുമതി ഹൃദയം സുതവൈഭവ മനസ്വിനി മാനവതി മഹേശി മംഗളാകൃതേ വിശ്വമാധാജ ധാത്രി ശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരമോദാമനോന്മയി വ്യോമകേശി വിമാനത്താവദ്രിണി വാമകശ്രീ പഞ്ചയജ്ഞ പ്രിയ പഞ്ചപ്രേത മഞ്ജാതിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംയോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ സർമ്മദാ ശംഭുമോഹിനി ധരാധരസുധാ ധന്യ ധർമ്മണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധൂക കുസുമ പ്രഭ്യ ബാലലീല വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി സുവാസിന്നക്ഷന പ്രീത ശോഭന ശുദ്ധ മാനസ ബിന്ദുദർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുരാ ശ്രീ ശിവങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേ ശ്രീ ത്രിഗുണാംബ ത്രികോണഗ അനാഗാചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാതിശേജ്ഞാത ഷഡ്വാദീത രൂപിണി അവ്യാജകരുണാമൂർത്തി അജ്ഞാനധ്വാന്ത ദീപിക ആപാല ഗോപവിദിത സർവാനുല്ലംഘ്യ ശാസന ശ്രീ ചക്രരാജ നിലയ ശ്രീമത് ത്രിപുര സുന്ദരി ശ്രീ ശിവ ശിവശൈത്യക്യ രൂപിണി ലളിതാംബിക യവം ലളിതാദേവ്യ നാമ്നാം സഹസ്രം ജഗം മഹാദേവ്യൈ നമഃ മഹാദേവ്യൈ നമഃ സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. വളരെ സന്തോഷം. സരസ്വതി അടുത്ത് വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. നമ്മുടെ സമയത്തിന്റെ എനിക്ക് തോന്നുന്നു നമ്മൾ 1 മണിക്കൂർ വെച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട് അല്ലെ? എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സിലുണ്ടാവും. പെട്ടെന്ന് കഴിയുന്നത് പോലെ തോന്നുന്നുണ്ട് അല്ലെ? പെട്ടെന്ന് കഴിയുന്നത് പോലെ തോന്നുന്നുണ്ട്. 1 മണിക്കൂർ പോരാന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ട്. ഞാന് ചുമ കാരണം മുഴുമിക്കാൻ ഒക്കുമെന്ന് സംശയമായിരുന്നു. ഒരുമിച്ചല്ലോ ദേവിയുടെ കാരുണ്യം. എളുപ്പം വായിച്ചു തീർക്കുവായിരുന്നു. വളരെ സന്തോഷം. നമുക്കപ്പോ ഒരു കീർത്തനത്തിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് നമ്മുടെ സൂറത്ത് ചാപ്റ്ററിൽ നിന്നും അന്നപൂർണേശ്വരി ചേച്ചി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു കീർത്തനം നമുക്ക് കേൾക്കാം. മനസ്സിൽ വരുന്നത് ജപിച്ചോളൂ. അതിനുശേഷം നമുക്ക് ജയശങ്കര ജയശങ്കര സുധീനാമഗമ്യേ ദുർവേദാഗമജ്ഞേ महिप्नोन्न जानन्ति पारं तवाम्भा सुधीं कर्तुमिच्छामि ते त्वं भवानी क्षमस्वेदमत्र गुरुस्तं शिवस्तं च शक्तिस्तमेव त्वमेवासि मातापिता च त्वमेव त्वमेवासि विद्या त्वमेवासि बन्धुर्गजन्मे मदिर्देवि सर्वं त्वमेव शरण्ये वरेण्ये सुकारुण्यमूर्ते हिरण्योदराधैर्यगण्ये सुपुण्ये भवारण्यभीते च मां पाहि भद्रे नमस्ते 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 भवानी नमस्ते शरण्ये शिवे सानुकम्बे नमस्ते जगद्व्यापिके विश्वरूपे
नमस्ते जगत्वन्द्यपादारविन्दे नमस्ते जगत्तारिणि त्राहि दुर्गे अनाथस्य दीनस्य तृष्णातुरस्य क्षुधार्तस्य भीदस्य बन्धस्य जन्तो त्वमेका गतिर्देवि निस्तारकर्त्री नमस्ते जगत्तारिणि त्राहि दुर्गे अरण्ये दारुणे शत्रुमध्ये नले सागरे प्रान्तरे राजगे त्वमेका गतिर्देवि निस्तारहे दुर्नमस्ते जगत्तारिणि त्राहि दुर्गे अपारे महादुस्तरे द्यन्धघोरे विभत्सागरे मज्जतां देहभाजाम् त्वमेका गतिर्देवि निस्तारनौका नमस्ते जगत्तारिणि त्राहि दुर्गे नमश्चण्डिके चण्डदोर्दण्डलीला समुत्खण्डिता गण्डलाशेषपीडे त्वमेका गतिर्विघ्नसन्दोहहन्त्री नमस्ते जगत्तारिणि त्राहि दुर्गे त्वमेकाजिदाराधिदा सत्यवादिन्यमेयाजिदा क्रोधना क्रोधनिष्ठा इडा पिङ्गला त्वं सुषुप्ना च नाडी नमस्ते जगत्तारिणि त्राहि दुर्गे नमो देवी दुर्गे शिवे भीमनाथे सरस्कन्दरुन्धत्यमोघस्वरूपे विभूति सजी कालरात्रि सति त्वं नमस्ते जगत्तारिणि त्राहि दुर्गे नमो देवी दुर्गे शिवे भीमनाथे सरस्कन्दरुन्धत्यमोघस्वरूपे विभूति सजी कालरात्रि सति त्वं नमस्ते जगत्तारिणि त्राहि दुर्गे अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण ജയശങ്കര ജയശങ്കര. വളരെ സന്തോഷം അന്നപൂർണേശ്വരി ചേച്ചി. സന്തോഷം. അപ്പൊ നമുക്കിന്ന് നമ്മുടെ സമർപ്പണത്തിനും മാധവേട്ടൻ റെഡിയായിരിക്കുകയാണ്. മാധവേട്ടന്റെ വാക്കുകളിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ നവരാത്രി ആഘോഷങ്ങളുടെ മൂന്നാമത്തെ ദിവസം നമുക്ക് പറയാം. മാധവേട്ടന് സ്വാഗതം. യവീണാം ഉപലാളയന്തീം മദാലസാം മഞ്ജുളവാഗ്വിലാസാം മാഹേന്ദ്രനീലദ്യുതി കോമളാംഗീം മാതംഗകന്യാം മനസാ സ്മരാമി. ആ ജഗദംബികയെ ആണ് നവരാത്രി ദിനങ്ങളിൽ ഇന്ന് മൂന്നാമത്തെ ദിവസം. ഇന്നത്തെ പ്രഭാഷക സരിത മഹേശ്വരൻ ചന്ദ്രഖണ്ഡ ആ രൂപത്തെ പറ്റിയിട്ടാണ് ഇന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നത്. പറഞ്ഞതുപോലെ വളരെ ലളിതമായിട്ട് നമുക്കത് കേൾക്കുമ്പോൾ നെറ്റിയിൽ കിടക്കുന്ന ഒരു മണി എന്നുള്ള രീതിയിൽ നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് ആ ദേവിയുടെ രൂപം തന്നെ അതിൽ സങ്കീർണതകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഗ്രഹിക്കാനാണെങ്കിൽ വളരെ എളുപ്പം. ആ രീതിയിൽ അത് വിശദീകരിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മളൊക്കെ ഒരു കണക്കിന് എണ്ണത്തിൽ കുറവാണെങ്കിലും നമ്മൾ ഭാഗ്യവന്മാരാണ്. കാരണം കൃത്യമായിട്ടുള്ള നവരാത്രി സങ്കല്പമാണ് നമുക്കൊക്കെ കിട്ടുന്നത്, ലഭിക്കുന്നത് എന്നുള്ളത്. അതിനുശേഷം വൈഷ്ണവിയുടെ കച്ചേരി വളരെ നന്നായി. 2 കീർത്തനങ്ങൾ വൈഷ്ണവിയെ കുറച്ച് ദിവസമായി കാണാതെ, അതായത് വളരെ സന്തോഷമുണ്ട്. അതിനുശേഷം സരസ്വതി അന്തർജനത്തിൻ്റെ ലളിതാ സഹസ്രനാമം. അവരാണെങ്കിൽ ഒന്നും പറയണ്ട, ഭക്തിയിൽ ആറാടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. കീർത്തനാണെങ്കിലും അവരുടെ ഓരോ വാക്കുകളും ഒരു ഭക്തി നമുക്ക് അതിൽ പ്രതിഫലിക്കുന്നത് കാണാം. അത് സഹസ്രനാമത്തിലും നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞു. അന്നപൂർണേശ്വരി ജിയുടെ ചെറിയ പച്ച മലയാളത്തിലുള്ള ദേവിയുടെ ഒരു കീർത്തനം, അതും വളരെ നന്നായി. ഏതായാലും ഇന്ന് ആദിശങ്കര ഫൗണ്ടേഷൻ ഇതൊക്കെ നടത്തി കൊണ്ടുപോകുന്നതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഓരോ പരിപാടിക്കും അലങ്കാരം കൂട്ടുന്നത്.
കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് ജ്യോതിഷ്ജിയാണ്. കാരണം നല്ല വാക്കുകൾ കൊണ്ട് ഓരോന്നിനെയും കൂടുതൽ കൂടുതൽ അലങ്കൃതമാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല വാക്കുകളാണ്. അപ്പോൾ രൂപിണിയാണ് അമ്മ ജഗദംബിക. ആ ജഗദംബികയുടെ ചെറിയ ഒരു കാളിദാസന്റെ കൃതി എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രം ഞാൻ 1 മിനിറ്റ് ഉപയോഗിക്കുന്നു. കാളിദാസന്റെ ആദ്യത്തെ കൃതി നമുക്കറിയാം, വിശ്വമഹാകവിയാണ് കാളിദാസൻ. രഘുവംശവും മേഘസന്ദേശവും ഒക്കെ എഴുതിയ കാളിദാസൻ വിശ്വമഹാകവിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതി ശ്യാമളാദണ്ഡകം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്യാമളാദണ്ഡകത്തിലാണെങ്കിൽ കാളിയെ 3 ഭാവത്തിലാണ് അദ്ദേഹം ഉപാസിക്കുന്നത്. അപ്പോൾ സരസ്വതിയായിട്ടും ലക്ഷ്മിയായിട്ടും ദുർഗയായിട്ടും എന്ന് പറഞ്ഞാൽ പാർവതിയായിട്ടും ആണ് ശ്യാമളാദണ്ഡകത്തിൽ കാളിദാസൻ. സാധാരണ നമ്മുടെ മനസ്സിൽ കാളിദാസൻ എന്ന് പറയുമ്പോൾ വിശ്വമഹാകവി, മേഘസന്ദേശം, അഭിജ്ഞാന ശാകുന്തളം എഴുതിയ ആള്. പക്ഷെ അദ്ദേഹം ഈ വളരെ അതിശയം, നമുക്കറിയാം കാളിദാസന്റെ ബാല്യകാലമൊക്കെ നമുക്കറിയാം. ഒരു സാധാരണ ജന്മനാ തന്നെ ഒരു വിഡ്ഢിയായിട്ടാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാരെ പറ്റിയിട്ടൊന്നും നമുക്ക് കൂടുതൽ അറിവില്ല. പക്ഷെ മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് ഇരിക്കുന്ന ശാഖ, ഇരിക്കുന്ന കൊമ്പ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ട് ഒരു മനുഷ്യന്റെ, അതോടുകൂടി താഴോട്ട് പതിക്കുമല്ലോ. അപ്പൊ അത്രത്തോളം ബുദ്ധിയില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ കാളിയുടെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെയാണ് കാളിദാസൻ എന്നുള്ള പേരും വന്നത്. അപ്പൊ ശ്യാമളാദണ്ഡകം ദേവിയുടെ നല്ലൊരു കൃതിയാണ്. അതിന്റെ ആദ്യത്തെ ധ്യാന ശ്ലോകമാണ് ഈ മാണിക്യ വീണാം ഉപലാളയന്തിയും എന്നുള്ളത്. അപ്പൊ അത് പിന്നെ മുഴുവൻ നമുക്ക് ചൊല്ലാനൊന്നും സമയമില്ല, ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ്. ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുചോന്നതേ കുങ്കുമരാഗശോണേ പുണ്ട്രേക്ഷുപാശാങ്കുശപുഷ്പബാണഹസ്തേ നമസ്തേ ജഗദേകമാതഃ. അങ്ങനെയുള്ള സുന്ദരമായിട്ടുള്ള ആ ദേവിയുടെ സുന്ദരമായിട്ടുള്ള വിശേഷണങ്ങളാണ് ഇവിടെ. ജയ ജനനീ സുധാ സമുദ്രാന്തരുദ്യന്മണിദ്വീപ സംരൂഢബില്വാടവീ മധ്യകൽപദ്രുമാകൽപകാദംബ കാന്താരവാസപ്രിയേ കൃത്തിവാസപ്രിയേ സർവലോകപ്രിയേ. സംഗീതമൊക്കെ ഉള്ളവർക്ക് അതിനെ നീട്ടിയും ചുരുക്കിയും ഒക്കെ പാടി വളരെ അങ്ങനെയുള്ള ജഗദംബികയുടെ വരികളാണ്. മുഴുവൻ പറയുന്നില്ല, ഏതായാലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്ത്. സാധാരണ ശ്യാമള ദണ്ഡകം എന്ന് പറയുന്ന 26 അക്ഷരങ്ങളുടെ നീണ്ട വരിയാണ്. അപ്പോൾ ദണ്ട് എന്ന് പറഞ്ഞാൽ വടിയാണ്. ഒരു വടിയുടെ അത്ര നീളമുള്ള വരികളാണ് സാധാരണ ശ്യാമളാ ദണ്ഡകം. അതാണ് ഈ ദണ്ഡകം എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഈ ശ്യാമളാദണ്ഡകം പ്രത്യേകിച്ച് കുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ചൊല്ലി രസിക്കാവുന്ന ഒരു കൃതിയാണ്. ഏതായാലും അതോടുകൂടി ഇന്നത്തെ നമ്മുടെ 3-ാം ദിവസവും വളരെ ഗംഭീരമായി എന്നുള്ള വളരെ സന്തോഷമുണ്ട്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ആൾക്കാരുടെ എണ്ണത്തിൽ ചെറിയൊരു ന്യൂനത കാണുന്നുണ്ട്. ചിലപ്പോഴും നമ്മുടെ അടക്കം ഉള്ള തെറ്റായിരിക്കാം. കാരണം കൂടുതൽ ഇതിനെ ഗ്രൂപ്പുകളിലേക്ക് ഇടാനോ പിന്നെ അതിനെ കൂടുതൽ പ്രചരിപ്പിക്കാനോ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. ഏതായാലും അതിനെയും കൂടി നമുക്ക് കഴിയട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പരിപാടി അവതരിപ്പിച്ച എല്ലാവർക്കും ആ ജഗദംബികയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഉപസംഹരി. ജയശങ്കർ. വളരെ സന്തോഷം മാധവേട്ട, നിങ്ങളുടെ വാക്കുകൾക്ക്. ഇന്ന് നമുക്കിവിടെ പര്യവസാനിപ്പിക്കാം. ദേവിയുടെ പാദങ്ങളിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ മാധവേട്ട. ഏതാ സമർപ്പണം അങ്ങ് ദേവിക്ക് മുമ്പിലും സമർപ്പണം ചെയ്തുകൊള്ളൂ. സൗന്ദര്യലഹരിയുടെ ആ ശ്ലോകം തന്നെ ചൊല്ലാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സകല ചെയ്തികളും, നമ്മൾ ഒരു കൈ അനക്കുന്നുണ്ടെങ്കിൽ, ഒരു കാലനക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വായു അനക്കുന്നുണ്ടെങ്കിൽ ആ അക്ഷരരൂപിണിയായിട്ടുള്ള ജഗദംബികയ്ക്ക് സകലതും സമർപ്പിക്കുന്നു. കൈതപ്പുറം, നമ്മുടെ നാട്ടുകാരൻ്റെ കൈതപ്പുറത്തിൻ്റെ സിനിമ വരികളിൽ ഇതുണ്ട്. പദചലനങ്ങൾ അല്ലെ പ്രദക്ഷിണമാവട്ടെ എന്ന്.
അത് സൗന്ദര്യ ലഹരി, അത് മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര പറഞ്ഞാലും മതിയാവില്ല, കാരണം അത്ര നല്ല ഒരു ശ്ലോകമാണ്. അതോടുകൂടി നമുക്ക് ജഗദംബികയുടെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കാം. ജപോജൽപശില്പം സകലമപി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതിവിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായസ്തവ ഭവതു എന്മേ വിലസിതം. എൻ്റെ എല്ലാ ചെയ്തികളും ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എന്നുള്ള മഹത്തായ ഒരു ശ്ലോകമാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. ജയശങ്കർ. വളരെ സന്തോഷം മാധവേട്ട. എല്ലാവർക്കും ജഗദീശ്വരിയുടെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ. ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. നാളെ നമുക്ക് ഇതേ സമയം തന്നെ എല്ലാവരും ഒത്തുചേരുക. ഇപ്പൊ മാധവേട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ ആൾക്കാർ എത്ര വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല. നമ്മൾ ചെയ്യാനുള്ള, ഭഗവത്ഗീത പറയുന്നത് പോലെ ചെയ്യാനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നുണ്ടെങ്കിൽ നാളെ അതിനൊരു എന്താ പറയാ, അതിനൊരു ഫലം ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. കർമ്മഫലം തരും നാരായണ നമ എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ആൾക്കാർ വരുന്നോ ഇല്ലെന്നുള്ള പ്രശ്നമേ അല്ല. നമ്മൾ ചെയ്യുന്നത് ചെയ്യുക മാത്രം. എന്തായാലും വളരെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ 3 വർഷമായി വളരെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിലനിൽക്കുവാൻ നമ്മുടെ അംഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. എല്ലാവർക്കും കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ, ദേവിയുടെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും കൂടെ ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ലോകാ സമസ്ത സുഖമോ പോകുന്നു. ജയശങ്കര 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 ജയശങ്കര.